ഹിന്ദുക്കൾ പ്രതികരിക്കുക എപ്പോഴാണെന്നറിയോ? ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഹിന്ദുക്കൾ ഒന്നടങ്കം പ്രതികരിക്കുക. എല്ലായിടത്തും കയറി കളിച്ച് ഇനി അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കളിക്കാമെന്നാണോ വിചാരം? അങ്ങോട്ട് വേഗം ഓടിച്ചില്ലേ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ലേ, നിന്റെ ആ തലക്കെട്ടുകാരന് സ്ത്രീധനം കിട്ടിയ വകയിലുള്ളതാണ്. ഗുരുവായൂർ കിടന്ന് കളിച്ച് അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് അവർ കേസിന് പോയത്. അത്രത്തോളം അവർ നിന്നവിടെ കയറ്റി നിരക്കി ആറ്റിച്ചു, നിന്നെ കയറ്റിയിട്ട്. അതുവരെ അവർ നിനക്ക് വളം വെച്ച് വന്നു. പക്ഷെ നീ അത് മുതലെടുത്തു. ലാസ്റ്റ് അവർക്ക് സഖി കെട്ടപ്പോൾ അവർ കേസ് കൊടുത്തു. പക്ഷെ നീ പത്മനാഭന്റെ മണ്ണിലേക്ക് പോയാൽ ഇങ്ങനെ ആവില്ല. നീ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും കണ്ടുപിടിച്ച് അശുദ്ധിപ്പെടുത്താൻ നടന്നു കഴിഞ്ഞാൽ നീ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ നടക്കുന്നവളെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നീ പെട്ടെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തള്ളിക്കേറി അങ്ങോട്ട് ചെല്ലി. നിന്റെ ഫോട്ടോയും പൊക്കി പിടിച്ചിട്ട് നീ പെട്ടെന്ന് തള്ളിക്കേറി ചെല്ലി. ഇവിടെ കളിച്ച് നിന്റെ കളി റോട്ടിലായപ്പോ നിനക്ക് ഒരുവിധം സമാധാനായോ? അപ്പൊ നിന്റെ കണ്ണനോടുള്ള വിശ്വാസം പോയോ? നീ എന്നു മുതലാണ് പത്മനാഭനെ വിശ്വസിക്കാൻ തുടങ്ങിയത്? ഇടിപ്പേരും കള്ളി പത്മനാഭ വിശ്വാസി. ഒറ്റ ദിവസം കൊണ്ട് പത്മനാഭ വിശ്വാസിയായി. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് അവ തകർക്കാനും അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവളാണ് ഇവളെന്ന് ഇതിൽ നിന്ന് തെളിയുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഇവരുടെ ലക്ഷ്യം. ഹിന്ദുക്കളുടെ തറവാട്ട് വകയല്ല ഗുരുവായൂർ ക്ഷേത്രം എന്ന് വരെ പറഞ്ഞ വെറും ഡാഷ് മോളാണ് നീ. അപ്പൊ ആ ഡാഷ് മോൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇവളുടെ തറവാട്ട് വകയാണോ അതോ ഹിന്ദുക്കളുടെ തറവാട്ട് വകയാണോ ഗുരുവായൂർ ക്ഷേത്രം എന്ന് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ദേവസ്വം അത്ര കനത്തില് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവക്ക്. എന്തേ റോട്ടിൽ നിന്ന് കൂത്താട്ടം കാണിച്ചിട്ട് ഏക്കുന്നില്ല അല്ലേ? അതുകൊണ്ട് ഇനി പത്മനാഭനെ കൂടി ഒന്ന് തോണ്ടിയേക്കാന്ന് വിചാരിച്ചു. കണ്ണനാണ് എൻ്റെ എല്ലാം, കണ്ണനെയാണ് എനിക്ക് വിശ്വാസം. ഇപ്പൊ കണ്ണനെ വിട്ടു. കണ്ണൻ പണ്ടേ വിട്ടു. ഇവള് ഫ്രോഡാണെന്ന് അറിഞ്ഞതും കണ്ണൻ തന്നെ തിരിച്ചു പണി കൊടുത്തു. ഇപ്പൊ ഇവക്കടെ ഉണക്ക ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് പത്മനാഭന്റെ മണ്ണിലേക്ക്. ഹിന്ദുക്കളുടെ ഇടയിൽ ഇനിയും നിനക്ക് വരകാനായിട്ട് നീ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു. കൊള്ള ഹിന്ദുക്കൾ നിന്നെ നന്നായിട്ട് അംഗീകരിക്കും. ഗുരുവായൂർ അമ്പലത്തില് നടപ്പന്തല് വരെ, അതായത് കൊടിമര അമ്പലത്തിന്റെ ഉള്ളിലാ. അവിടെ വിളക്കുണ്ട്. അവിടെ വലിയൊരു കൽവിളക്കുണ്ട്. അവിടെയാണ് ഭണ്ണാരം വെച്ചിരിക്കുന്നത്. ആ ഭണ്ണാരത്തിന്റെ ആ ബാരിക്കേഡ് വരെ നിനക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷെ നീ എന്താ വിചാരിച്ച് അതുപോലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നോ? വേഗം തള്ളിക്കേറി അങ്ങോട്ട് ചെല്ലി. തിരുവനന്തപുരത്ത് അടുത്തിടെ നടന്ന ഒരു സംഭവം. ഒരു പാസ്റ്റർ ബ്രാഹ്മണർക്കടെ ഇടയിലേക്ക് സുവിശേഷം പറയാൻ വന്നു. എന്നിട്ട് എന്തുണ്ടായിരുന്നു നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. നിന്റെ കൊയിലാണ്ടിക്കളി നീ ഗുരുവായൂർ നടത്തിയെടുത്തു. പക്ഷെ പത്മനാഭന്റെ മണ്ണില് വിളയൂല മോളെ. പേര് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇത് തന്നെയല്ലേ പേര്. കേരളത്തിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും നീ തെരഞ്ഞു പിടിച്ച് നീ അവിടെയൊക്കെ പോണം. എന്നിട്ട് നീ എല്ലാ ഹിന്ദുക്കളുടെയും മതവികാരത്തെ നീ വ്രണപ്പെടുത്തണം. ഹിന്ദുവിന് അമ്പലം എന്ന് പറയുന്നത് അവന്റെ ഭക്തിയുടെയും സ്വകാര്യതയുടെയും ഒരു ഭാഗമാണ്. അതിനെയൊക്കെ ഈ ഒരു ഫോട്ടോ വെക്കി പിടിച്ച് ഹനിക്കാൻ നടക്കുന്ന നിന്നെ പോലുള്ള അഹിന്ദുക്കളോട് പത്മനാഭൻ തന്നെ ചോദിക്കും. കണ്ണന്റെ ഒരുപാട് കിട്ടിയില്ലേ? അടുത്തത് മേടിക്കാനായിട്ട് വേഗം ചെല്ല്. ഈ RSSകാരെയും BJPക്കാരെയും വെല്ലുവിളിച്ചിട്ട് മോള് പെട്ടെന്ന് ചെല്ലണോട്ടോ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ വകയിലുള്ളതാണല്ലോ. പക്ഷെ ഗുരുവായൂർ സ്ത്രീധനം കിട്ടിയ സംഭവം തിരിച്ചെടുത്തു. ഇനി പത്മനാഭനെ കൊടുക്കാമെന്നാണോ വിചാരം? നീ ശബരിമലയ്ക്ക് പോടി. കൊലയായിട്ട് സ്വാമിമാർക്കിടെ അടുത്ത് പോയിട്ട് നടന്നില്ല അല്ലേ? ഏറ്റില്ല. കുറെ സ്വാമിയുടെ വേഷം കെട്ടി നിന്നിട്ട് തട്ടമിട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ ആളുകൾ അങ്ങടെ ഏറ്റെടുത്തില്ല. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടത്തെ പോലെ ഭരിച്ചിട്ടില്ല. പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട്. 19 കഴിഞ്ഞ് 20 കഴിഞ്ഞ് ഇനി 50ാമത്തെ അടവ് വരെ എത്തി. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഏക്കുന്നില്ല. കുറെ വിഡ്ഢി ചോദ്യങ്ങൾ വന്നിട്ട് ഒരു ചാനലിൽ നിന്ന് ചോദിച്ചു. അതിൻ്റെയൊക്കെ കമന്റ് കണ്ട പെറ്റത്തള്ള സഹിക്കൂല. ഇത്രയും വിവരമില്ലാത്ത ഒരു പാഴ്വസ്തുവിനെയാണോ ബ്രോ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണേന്ന് ചോദിച്ചിട്ട് ആ ബ്രോയ്ക്ക് തല കറങ്ങും. അപ്പൊ പുന്നാര മോള് വേഗം നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ ആ സ്ഥലത്തോട്ട് ഓടിക്കെറിച്ചില്ല. ഗുരുവായൂർ റോട്ടിൽ നിന്ന് തുള്ളുന്ന പോലെ പത്മനാഭന്റെ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നിട്ട്, മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റില്ല, ആ വഴിയിൽ നിന്നിട്ട് ഗുരുവായൂർ റോട്ടിൽ നിൽക്കുന്നില്ലേ നീ, അതുപോലെ പത്മനാഭന്റെ റോട്ടിൽ നിൽക്കാൻ നിനക്ക്. അതേ നടക്കുള്ളൂ. ഇനി എന്തൊക്കെ കാണിച്ചും ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ അവരുടെ ആ സ്വകാര്യതയായിട്ടുള്ള അവരുടെ അമ്പലങ്ങളും അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ നടന്നാലേ എന്തുണ്ടാവുമെന്നറിയോ? കണ്ണൻ തന്ന പണി ശരിക്കും ഏറ്റില്ലേ? കണ്ണൻ പിന്നെ കുറച്ച് കുസൃതിയും കൂടിയാണ്. പക്ഷെ പത്മനാഭനൊന്നും അങ്ങനെയല്ല.
അയ്യോ, ഒത്തിരി കാലത്തെ ആഗ്രഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അങ്ങോട്ട് ചെന്നങ്ങോട്ട് കയറാൻ പറ്റിയ ഒരു മോത്തല്ലേ. കണ്ണന്റെ സമർപ്പണമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പത്മനാഭന്റെ പെടലിക്കിരിക്കട്ടെ. എടി നീ ശബരിമലയ്ക്ക് പോടി. അവിടെ ആവുമ്പോ കയറി അതൊരു വാർത്തയും ആവും. അപ്പൊ നീ അത് ട്രൈ ചെയ്യ്. നീ ഉള്ളിലേക്ക് പോണം. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഉള്ളിലേക്ക് നീ പോകണം. നീ എടുത്തു വെച്ച് പറഞ്ഞാലും കിടത്തി വെച്ച് പറഞ്ഞാലും കിടപ്പാണല്ലോ നിന്റെ പണി. നിന്നെ പോലുള്ള ഒരു കൊടുപ്പുകാരി പത്മനാഭന്റെ മണ്ണിൽ കാല് കുത്താൻ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കോ? കാണാടി, കാണാം. അതിന്റെ മേലാരും ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്റെ തന്തയുടെ വകയാണോ? ഹിന്ദുക്കളുടെ തന്തയുടെ വകയാണോ ഗുരുവായൂരമ്പലം എന്ന് ചോദിച്ചവളല്ലേ നീ? പത്മനാഭസ്വാമി ക്ഷേത്രം നിന്റെ തന്തയുടെ വകയാണോ? അതിന്റെ മേലൊന്നും പറയാണ്ടിരിക്കാൻ. നിന്റെ തന്തയ്ക്ക് ശ്രീധനം കിട്ടിയതാ? എന്ത് വിശ്വാസത്തിന്റെ പുറത്താടി നീ പോകുന്നത്? ഹിന്ദുക്കളുടെ വിശ്വാസം തകർക്കാൻ, ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്താനാണ് നീ പോകുന്നത്. ഒരു ഹിന്ദുവും നിന്നോട് ക്ഷമിക്കില്ല. നിനക്ക് ഫോട്ടോക്ക് ഓർഡർ തരുന്നവൻ ഹിന്ദു അല്ലായിരിക്കണം. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ചുമ്മാ ഇരിക്കില്ല, പ്രതികരിക്കും. നീ എന്തിനാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ കയറി കളിക്കുന്നത്? നിന്റെ നാടകം കളി ഇവിടെ ഒരു ഹിന്ദുവിനും മനസ്സിലാവൂല എന്ന് നീ വിചാരിക്കരുത്. ഹിന്ദുക്കളൊക്കെ നിന്നെ പഠിച്ചു വെച്ചിട്ട് തന്നെയായിരിക്കുന്നത്. പത്മനാഭന്റെ മണ്ണിൽ നീ വിളയാടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുരുവായൂർ കിടന്ന് വിളയാടിയ പോലെ ആവില്ല. ചെന്ന് കളിച്ചു നോക്ക്, അപ്പറിയാം.